ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്ലസ് ആണ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റാം, ബ്രേക്ക് ചെക്ക് ചെയ്യുക, സെൽഫ് ചെക്ക് ചെയ്യുക, I3C ചെക്ക് ചെയ്യുക, ഫുട് റെസ്റ്റ് ലെവൽ ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത്. അതാണ് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്യുന്ന ചെയിൻ സ്പോക്കറ്റ്, ബ്രേക്ക് ചെക്കപ്പ്, സെൽഫ് ചെക്കപ്പ്, I3C ചെക്കപ്പ്, ഫ്രണ്ട് ഫുട് റെസ്റ്റ് ലെവൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ഇത് നമ്മൾ മാറ്റിയേക്കുന്ന ചെയിൻ സ്പോക്കറ്റാണ്. ബ്രേക്ക് ലൈനർ മാറ്റിയിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് കിറ്റായിട്ടാണ് മാറ്റിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, പുതിയ ചെയിൻ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ ടൈറ്റ് ചെയ്യണം. നമ്മൾ അടിക്കാൻ നോക്കി നിൽക്കരുത്. കാരണം ഈ ചെയിനും മാക്സിമം ലൈഫിലേക്ക് ഉപയോഗിക്കാൻ കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ അതാണ്. 500 കിലോമീറ്റർ ആകുമ്പോൾ ഓൾറെഡി വണ്ടി ചെയിൻ അടിക്കില്ല, പക്ഷേ ചെയിൻ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യുക കറക്റ്റായിട്ട്. പിന്നെ ഓരോ 1000 കിലോമീറ്ററിലും ചെയിൻ നിർബന്ധമായിട്ടും ടൈറ്റ് ചെയ്യും. ചെയിൻ ഓയിൽ കൊടുക്കണമെങ്കിൽ ഓയിൽ കൊടുക്കുക, ഗ്രീസ് ചെയ്യണമെങ്കിൽ ഗ്രീസ് ചെയ്യുക. അപ്പോഴാണ് മാക്സിമം നമുക്ക് അതിൻ്റെ ചെയിൻ ലൈഫ് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. പഴയ മോഡൽ സ്പ്ലെൻഡറിൻ്റെ ചെയിൻ്റെ ഒന്നും കാലാവധി അത്ര ലൈഫോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴത്തെ സ്പ്ലെൻഡറുകൾക്ക് ഇല്ല, കിട്ടില്ല, പാർട്സുകൾക്ക് കിട്ടില്ല. ലൈറ്റ് വെയിറ്റ് പാർട്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണോ അത്രത്തോളമാണ് അതിൻ്റെ ലൈഫ് കിട്ടുക കേട്ടോ. പിന്നെ ചെയിൻ കവർ ശരിക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ഓവലായിട്ടൊക്കെ ബെൻഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് തൽക്കാലത്തേക്ക് അറേഞ്ച് ചെയ്താണ് സെറ്റ് ചെയ്തേക്കണേ. ഫ്രണ്ട് ഫുട് റെസ്റ്റ് നമ്മൾ ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്, സെൽഫ് I3S കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അതെനിക്ക് തോന്നുന്നു നമുക്ക് B6 മോഡലാണ്. മാൽഫങ്ഷൻ വന്ന സമയത്തായിരിക്കും ആ പ്രോബ്ലം കാണിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ സമയക്കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ബാക്കിത്തെ വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ബില്ലാവുമ്പോൾ ഓൾറെഡി ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.